ഹായ് ഓൾ, ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടിലാണ്. സോ മാർക്കറ്റ് ഓപ്പൺ ആയി കുറച്ച് സമയമായിട്ടുള്ളൂ, 1 അവർ ആകുന്നതേ ഉള്ളൂ, 9:56 ആയിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഞാനൊരു ട്രേഡ് ഓപ്പൺ ചെയ്തു. അതേപോലെ തന്നെ ഞാനത് സ്ക്വയർ ഓഫ് ചെയ്ത് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. സോ ആ ട്രേഡ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ ഇപ്പോൾ മാർക്കറ്റ് പ്രൊഫൈലിന്റെ 1 ഡേ ടൈം ഫ്രെയിമിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. പൊതുവെ ഞാൻ 1 ഡേ ടൈം ഫ്രെയിം നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹയർ ടൈം ഫ്രെയിമിലുള്ള ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ലോ ടൈം ഫ്രെയിമിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്നുള്ള ഒരു ഐഡിയാസ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഡേ ടൈം ഫ്രെയിമിൽ ഞാൻ November 4 ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, പ്രീവിയസ് ആയിട്ട് ഉള്ള പ്രൊഫൈലിന്റെ റെഫറൻസിലായിരിക്കും നമ്മൾ നെക്സ്റ്റ് ട്രേഡ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് കഴിഞ്ഞ മാസത്തെ പ്രൊഫൈലാണ്, 1 ഡേ ടൈം ഫ്രെയിം ആയതുകൊണ്ട്. ഇവിടെ ഇപ്പോൾ ഒക്ടോബറിന്റെ പ്രൊഫൈലാണ്. ഈ ഒരു പ്രൊഫൈലിൽ നമുക്കതാ ഇവിടെ ഒരു അത്യാവശ്യം ട്രേഡ് നടന്നൊരു സോൺ ഉണ്ട്. അതിൽ തന്നെ നമുക്കൊരു പോയിന്റ് ഓഫ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെയാണ്, ഈ ഒരു ഏരിയയിലാണ് പോയിന്റ് ഓഫ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു റിജക്ഷൻ പൊതുവെ കാണിക്കാറുണ്ട്. ഇൻ കേസ് ഇനിയിപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് വന്നാലും ഒരു സ്മോൾ റിജക്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഐദർ ഇവിടെ ഹോൾഡ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ആയി പോവാം. കൂടുതൽ ഇവിടെ ഹോൾഡ് ആകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെഫറൻസ് പോയിന്റിലാണ് ഞാൻ എൻ്റെ ട്രേഡ് കാര്യങ്ങളൊക്കെ ഇൻട്രാഡേയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ 30 മിനിറ്റ്സിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്യാം. സ്റ്റാൻഡേർഡ് പ്രൊഫൈൽസ് എല്ലാം 30 മിനിറ്റ്സിലാണ് ഇടാറുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇവിടെ ജസ്റ്റ് 30 മിനിറ്റ്സിന്റെ 2 ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ ക്യാൻഡിൽ റണ്ണിങ് ആണ്, കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് തന്നെ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങി. ഞാനൊന്ന് റീപ്ലേസ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കിയ പോലെ തന്നെ നമുക്ക് ഇവിടെയും കുറെ പ്രൊഫൈലുകൾ കാണാൻ പറ്റും. ഇതെല്ലാം 30 മിനിറ്റ്സിന്റെ ഓരോ പ്രൊഫൈലുകളാണ്. ഇവിടെ ഓരോരോ പോയിന്റ് ഓഫ് കൺട്രോളുകൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഇതൊക്കെ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യുന്ന ഓരോ ഏരിയാസ് ആണ്. അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ ഡയറക്ഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. താഴത്തേക്കാണ് എൻ്റെ ഒരു ഡയറക്ഷൻ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു റെഫറൻസ് പോയിന്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഞാൻ എൻ്റെ എൻട്രീസ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക അല്ലെ. സോ എൻ്റെ ഒരു സ്ട്രൈക്ക് സെലക്ഷൻ ആയിട്ട് ഉണ്ടായിരുന്നത് പ്രീവിയസ് ഡേ എന്ന് പറയുന്നത് 4th November ആണ്, ഇതാണ്. അപ്പൊ ഇവിടുത്തെ സ്ട്രൈക്ക് 25,700 ആണ്. അത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് ഞാൻ സ്ട്രൈക്ക് സെലക്ട് ചെയ്തത് തന്നെ. അപ്പോൾ ഓപ്പൺ ആയത് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ബുള്ളിഷ് ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്ട്രൈക്ക് അത്ര സേഫ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നീട് ഉണ്ടായിരുന്നത് പ്രീവിയസ് ആയിട്ടുള്ള 2 ദിവസത്തെ പ്രൊഫൈലിന്റെ POC ആയിരുന്നു. ഒന്ന് ഇതും പിന്നെ ഇതും. ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ മൺഡേ November 3 പിന്നെ ഫ്രൈഡേ October 31. ഇതില് ഞാൻ എടുത്ത സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഇതാണ്. അതായത് 31st ഫ്രൈഡേ 31st October പ്രൊഫൈലിന്റെ റെഫറൻസിലാണ് ഞാൻ ഇന്നത്തെ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഈ ഒരു POC, ഈ കാണുന്ന റെഡ് ലൈൻ, ഈ ഒരു POC ആയിരുന്നു എൻ്റെ റെഫറൻസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ എൻ്റെ സ്ട്രൈക്ക് വരുന്നത് 25,800 ആയിരുന്നു. ആ ഒരു 25,800ന്റെ കോളാണ് ഞാൻ സെല് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കോളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ട്രേഡിങ്. സിമ്പിൾ ആയിരുന്നു. 1 അവർ കൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങി. നാളെ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.